സ്പോർട്സ് അറീനയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് ഫൈനലിൽ ചെൽസി 3-0 PSG-യെ തകർത്തിരുന്നല്ലോ. മത്സരശേഷം PSG ക്യാപ്റ്റനും ബ്രസീൽ താരവുമായ മാർക്കിഞ്ഞോസ് പറയുന്നത് ഇങ്ങനെയാണ്: ഇന്ന് ഞങ്ങൾ തോറ്റെങ്കിലും ആരാധകർക്ക് ഈ ടീമിൽ അഭിമാനമുണ്ട്. ചെൽസി ഞങ്ങളുടെ ചെറിയ ദൗർബല്യങ്ങളിൽ ശ്രദ്ധിച്ചു. തന്ത്രപരമായി ഞങ്ങളെ ആദ്യ പകുതിയിൽ പ്രശ്നത്തിലാക്കി. ഞങ്ങൾക്ക് റിയാക്ട് ചെയ്യാൻ സമയമെടുത്തു. ഇനി ദൗർബല്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. എല്ലാ ടീമുകളും ഇപ്പോൾ ഞങ്ങളെ നന്നായി പഠിക്കും. ഞങ്ങൾ നന്നായി ചെയ്യുന്നതും ചെയ്യാത്തതും ഇപ്പോൾ എതിരാളികൾക്കറിയാം. ആദ്യ പകുതിയിൽ പ്രത്യേകിച്ച് ശാരീരിക പോരാട്ടത്തിലും അവർ വിജയിച്ചു. അവർ നിരവധി ഡ്യുവലുകൾ നേടി. ഞങ്ങൾ ഞങ്ങളുടെ നിലവാരത്തിന് കുറച്ച് താഴെയായിരുന്നു. അത് മത്സരഫലത്തിൽ പ്രതിഫലിച്ചു. ആദ്യ പകുതി കഠിനമായിരുന്നു. ചെൽസി ഫലപ്രദമായി കളിച്ചു. അത് മത്സരഫലത്തെ മാറ്റി. ചാമ്പ്യൻസ് ലീഗിലും ക്ലബ്ബ് വേൾഡ് കപ്പിലും ബയേണുമായും റയലുമായും ഞങ്ങൾ ഇത് കണ്ടിട്ടുണ്ട്. ഈ ട്രോഫി പാരീസിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾ ശരിക്കും ആഗ്രഹിച്ചു. ക്ലബ്ബ് വേൾഡ് കപ്പ് 4 വർഷത്തിലേ ഉണ്ടാവൂ. ഞങ്ങൾക്ക് ഒരു സുവർണ അവസരം ലഭിച്ചിരുന്നു. ഞങ്ങൾ അടുത്ത ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിന് ഉണ്ടാവുമോ എന്നറിയില്ല. ഞങ്ങൾക്കിത് നാണക്കേടാണ്. പക്ഷേ ഈ ക്രേസി സീസണിൻ്റെ വിസ്മയകരമായ മുഹൂർത്തങ്ങളിലൊന്നും ഈ ഫൈനൽ കാരണം ഒന്നും സംഭവിക്കില്ല. ഇന്ന് തോറ്റെങ്കിലും ടീമിനെ കുറിച്ച് ആരാധകർക്ക് അഭിമാനമുണ്ട്. ഞങ്ങളുടെ ശക്തിയോടും ചിന്തകളോടും ഇന്ന് ഞങ്ങൾ തോറ്റു. ഞങ്ങൾ കളിക്കളത്തിൽ ഒളിച്ചില്ല. ഞങ്ങളുടെ കളി കളിക്കാൻ ശ്രമിച്ചു. ചെൽസിക്ക് അർഹതയുണ്ടായിരുന്നു. അവർ ഞങ്ങളെക്കാൾ മികച്ചതായിരുന്നു. ഇതാണ് മാർക്കിഞ്ഞോസ് പറഞ്ഞിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക.